നോക്കാൻ വേണ്ടത്. അപ്പോൾ ഇതാണ് ഉള്ളു പിഴിഞ്ഞത്. ഒന്ന് കുടിച്ച് നോക്കട്ടെ. വാവ്, അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല, പൊള്ളി സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ബാക്കി നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന. ഇതിപ്പോൾ ഞങ്ങൾ കുടിയെല്ലാം കഴിഞ്ഞാണ് കുടിക്കുള്ളൂ. അതിൻ്റെ മല ഉറപ്പല്ലേ, കുറച്ച് മതി വേണമായിരുന്നോ? കത്ത് മതിയല്ലേ? അപ്പോൾ ഇത് കുടിക്കുന്നത് മൂലം നമുക്ക് സ്കിന്നിന് അപ്പോൾ ഇത് കഴിക്കുന്നത് മൂലം നമുക്ക് സ്കിന്നിന്റെ പ്രോബ്ലംസ്, ഇപ്പോൾ സ്കിന്നിൽ ഈവൻ ടോൺ അല്ലാത്ത ആൾക്കാർ മീൻസ് കുറേ ഇവിടെ കളർ സ്കിന്നെ ബോഡി വേറെ കളർ അങ്ങനെയൊക്കെ കുറിച്ച് നല്ല ഈവൻ ടോൺ ആവും സ്കിന്ന്. അത് മാത്രമല്ല ഇത് ഭയങ്കര നല്ല സാധനമാണ്. ഒരു ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഉമ്മമാരോടോ അല്ലെങ്കിൽ പണ്ടത്തെ വലിയമാരോടൊക്കെ ചോദിച്ചാൽ മതി, അവരൊക്കെ ഈ ഗർഭകാല കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കുടിക്കുന്ന ഒരു മരുന്നിൽ പെട്ട കൂടിയ ഒരു മരുന്നാണ് ഈ ഉരുവ പിഴിഞ്ഞ മരുന്ന്. അപ്പോൾ ഇത് അത്രയും അടിപൊളി സാധനമാണ്. കാരണം പ്രസവ രക്ഷക്കടക്കം കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോളാം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹലോ, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഞാൻ ചെയ്യുന്ന ഒരു കൂതർ ലുക്കിലിരിക്കുന്നതെന്ന്. സത്യം പറയാൻ ഞാൻ കുളിക്കാൻ വേണ്ടി ഇതാ മുഖത്തൊക്കെ എണ്ണ തേച്ച്, കയ്യിലൊക്കെ എണ്ണ തേച്ച്, മുടിയിൽ മറ്റേ ഹെയർ സ്പ്രേ ഒക്കെ അടിച്ച് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു, ഭയങ്കര ഒരു മടി പിടിച്ച ഡേ ആയിരുന്നു. കാരണം അത് പറയാൻ കാരണം 2-3 ദിവസമായിട്ട് കണ്ടിന്യൂസ് വർക്കും ഷൂട്ടും എഡിറ്റിങ്ങും അതിൻ്റെ കാര്യങ്ങളും എല്ലാം. ഈ പ്രത്യേകിച്ച് നമ്മൾ ബ്രാൻഡിന് വേണ്ടി കൊളാബ് ചെയ്യുമല്ലോ. ഇപ്പോൾ ഞാൻ 2-3 ബ്രാൻഡിന് വേണ്ടി കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു, പർപ്പിളിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് അധികം വർക്ക് ഉണ്ട്. ആരെ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ എന്താണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസിനൊന്നും വെറുതെ ഇരുന്നിട്ടാണ് ക്യാഷ് ഇടുന്നത്, വെറുതെ ഇരുന്നിട്ട് എല്ലാ ഗൈസ് നല്ലോണം പണിയെടുക്കുന്നത്, പട്ടി പണിയെടുക്കുന്നതൊക്കെ പറയില്ലേ. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഓഫീസിൽ പോയിട്ട് നമ്മളൊരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ചെയ്യുന്ന അതേ എഫേർട്ടും അതേ വർക്കുമാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഓരോ വീഡിയോസ് എഡിറ്റ് ചെയ്ത് അത് കൊളാബ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യണ വരെ ഉണ്ടാവുന്ന കാര്യങ്ങൾ. അത് പലർക്കും അറിയില്ല. പലരും വിചാരിക്കുന്നത് ഇൻഫ്ലുവൻസർ ലൈഫ് ഭയങ്കര ഈസിയാണെന്ന്. ഒരിക്കലും അല്ല. അത് എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. എനിക്കൊക്കെ പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് എനിക്ക് തലവേദന വരെ എടുക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 2 ദിവസമായിട്ട് അങ്ങനെ ഫുൾ വർക്ക് ഹോൾഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഫുൾ എഡിറ്റിങ്, കൊളാബ്, പർപ്പിളിൻ്റെ കൊളാബ്, അത് കഴിഞ്ഞ് വാസ്ലിൻ്റെ കൊളാബ്, അങ്ങനെ കുറേ സംഭവത്തിൻ്റെ കൊളാബും പിന്നെ കുറേ ബ്രാൻഡഡ് കൊളാബും, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഷൂട്ടിങ്ങും, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ റീൽസ് ഇടണം, എൻ്റെ കോമഡി റീൽസ് ഇടണം, അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഇങ്ങനെ ഒരു വർക്കിംഗ് ഭയങ്കര ഹെവി ഡേ എന്നൊക്കെ പറയില്ല, അങ്ങനെയായിരുന്നു. മാഷാല്ലാ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. നമുക്ക് കൈ നിറയെ ക്യാഷും കാര്യങ്ങളൊക്കെ വേണമല്ലോ. മാഷാല്ലാ അല്ല ടച്ച് കൂടെ അത് സഹായിച്ച് ഇതുവരെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ഉള്ള ദിവസം അത് കഴിഞ്ഞിട്ട് പിറ്റേ ഒരു ദിവസം നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി, കുറച്ച് ഇങ്ങനെ മടി പിടിച്ച് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ലഞ്ച് ഉണ്ടാക്കി, ഇങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, അങ്ങനെയൊക്കെയുള്ള ദിവസമാണ് ഇന്നത്തെ എൻ്റെ ദിവസം. കാരണം ഇന്ന് രാവിലെ നേരത്തെ എണീറ്റിട്ടില്ല. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. ഈവൻ ആശയാണെങ്കിലും ലേറ്റായിട്ടാണ് എണീറ്റത്. ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞൊരു 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ലഞ്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. ലഞ്ച് കുക്ക് ചെയ്തു. അത് കഴിഞ്ഞു കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇപ്പോൾ എണീറ്റു. ഇപ്പോൾ സത്യം പറഞ്ഞ ടൈം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ നാളത്തെ ദിവസം കൂടിയും പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ഒരു കുളി അങ്ങ് പാസ്സാക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഇപ്പോൾ കുളി പാസ്സാക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ കുളിക്കാൻ വേണ്ടിയാണ് ഞാൻ എണ്ണ തേച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും മുഖത്ത് ഇങ്ങനെ എണ്ണ തേച്ച് ഞാൻ കുളിക്കും. എൻ്റെ ഒരു ഇതാണ്. നല്ല നാടൻ വീട്ടിലുണ്ടാക്കിയ നാടൻ വെളിച്ചെണ്ണ മുഖത്ത് പരട്ടിയിട്ട് ഞാനിങ്ങനെ മസാജ് കൊടുക്കും ഫേസ് നന്നായിട്ട് കേട്ടോ. ഒരു നല്ല മസാജ് കൊടുക്കും. നിങ്ങളെല്ലാവരും പറയാറുണ്ട് ജാസ്തിയുടെ സ്കിന്ന് നല്ല സ്കിന്നാണ്. മാഷാ അല്ലാ ഞാൻ നന്നായിട്ട് സ്കിന്ന് നോക്കണ്ടോ. ഇതാണ് എൻ്റെ ഒറിജിനൽ സ്കിന്ന് കണ്ടോ. ഇത് സ്കിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത്ര നല്ല സ്കിന്നാണ്, ഒരു കുഴപ്പമില്ലാത്ത സ്കിന്നാണ്. ഇനി അപ്പോൾ ഇതാണ് സ്കിൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മസാജ് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കും ഞാൻ എപ്പോഴും. അതുപോലെ കയ്യിൽ ഞാൻ എണ്ണ തേച്ചിട്ടുണ്ട്. ഞാൻ കുളിക്കുമ്പോൾ കയ്യിലൊക്കെ എണ്ണ തേച്ചിട്ടാണ് കുളിക്കാറ്. നല്ല പ്യോർ കോക്കനട്ട് ഓയിൽ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും കുളിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് കുറച്ച് പരിപാടികൾ തീർക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് പറയുന്നത് സ്കിന്നിന് ഇതേപോലത്തെ അടിപൊളി ഗ്ലോ സ്കിന്നിന് കിട്ടാനും നമ്മുടെ ഹെയറിൻ്റെ ഇപ്പം നമ്മൾ എന്തും പുറത്ത് തേക്കുന്നത് പോലെ നമ്മൾ ഉള്ളിലേക്കും അതിൻ്റെ എഫേർട്ട് കൊടുക്കണം.
അല്ലാണ്ട് നമ്മൾ മുഖത്ത് മാത്രം തേച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ തലയിൽ കുറച്ച് സിറം തേച്ചുകൊണ്ടോ മാത്രമല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉള്ളിലേക്കും ചെയ്യാൻ. നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, വെള്ളം നന്നായിട്ട് കുടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ഉലുവക്കഞ്ഞി. ഞാൻ ഓൾറെഡി ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൽ മുമ്പേ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് പോയി നോക്കിയാൽ അത് വളരെ വ്യക്തമായിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തിനൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ചില ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഓൾറെഡി ഞാൻ ഇപ്പോൾ കുളിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഞാൻ അത് ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോയി കുളിക്കുന്നത്. വന്നിട്ട് കുളി കഴിഞ്ഞിട്ട് ഞാനത് കുടിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ വെച്ചിരുന്ന നിങ്ങൾ കൂടി കാണിക്കാം. അതുകൊണ്ടാണ് ഗൈസ് ഇന്ന് ഒരു കൂതറ ലുക്കിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ലുക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അത് നിങ്ങൾ മാറ്റി വെക്കുക. ഞാൻ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഉലുവയാണ്. നിങ്ങൾ വെച്ചിട്ടുണ്ടാവും ജാസിക്ക് ഉലുവയുടെ ബ്രാൻഡ് അംബാസിഡർ ജാസിയാണെന്ന്. അപ്പോൾ ഗൈസ് ഉലുവയുടെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉലുവയെ പ്രണയിക്കും. കാരണം എനിക്ക് ഉലുവ എൻ്റെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ്. ഞാൻ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയാലും ഞാൻ വാങ്ങുന്ന ഒരു മെയിൻ ഐറ്റം ആയിരിക്കും ഉലുവ. ഒരു പാക്കറ്റ് ഉലുവ ഞാൻ എപ്പോഴും വാങ്ങിക്കും. എൻ്റെ വീട്ടിൽ ഉലുവ സ്റ്റോക്കായിരിക്കും. കാരണം എനിക്ക് ഉലുവ അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച ഉലുവയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് തലേ ദിവസം കുതിർത്ത് വെച്ച ഉലുവയാണ്. അപ്പോൾ ഞാനത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതൊന്നും കൂടെ ഒന്ന് നമുക്ക് വാഷ് ചെയ്യാം. ഞാനൊരു മടി പിടിച്ച ദിവസം ആയി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പാത്രങ്ങളൊന്നും വാഷ് ചെയ്തിട്ടില്ല. ഇന്നൊരു മടി പിടിച്ച ദിവസം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക്. അപ്പോൾ എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാവുന്ന രീതിയിൽ അങ്ങനെ വെച്ചിരിക്കാം. അപ്പോൾ ഞാൻ ഉലുവ ഒന്നും കൂടി വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ വാഷ് ചെയ്തതാണ്, എന്നാലും ഒന്നും കൂടി വാഷ് ചെയ്തു. ഇനി ഇത് നമുക്ക് വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് ഉലുവ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഉലുവക്കഞ്ഞി, ഉലുവ പിഴിഞ്ഞത് എന്നൊക്കെ പറയും. ഗർഭിണികളൊക്കെ കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് ആരോഗ്യം ശക്തിയാവാനും. ഈ ഗർഭിണികളൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭംഗിയായിരിക്കും അവരെ കാണാൻ. അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ സിസ്റ്റർമാരൊക്കെ പ്രസവിച്ച് കഴിഞ്ഞ സമയത്ത് അവർക്ക് ഉലുവക്കഞ്ഞി ഉമ്മ കൊടുക്കുമായിരുന്നു. ഞാനും അപ്പോൾ കുടിക്കാറുണ്ട്. ഭയങ്കര ഗ്ലോ ആവും, ഫേസ് ഇങ്ങനെ ഭയങ്കര ഗ്ലോ ആവും, അവർ ശരീരം ഭയങ്കര സോഫ്റ്റ് ആവും. പിന്നെ ഈ ഒരു കാര്യം, ഈ സാധനം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അതായത് ബോൺ വളരുന്ന കുട്ടികൾക്ക്, അതായത് ഒരു ആഫ്റ്റർ 20-25 കഴിഞ്ഞ ആൾക്കാർ മാത്രം ഇത് കഴിച്ചാൽ മതി കേട്ടോ. പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എല്ലിന് ബലം കുറയുന്ന അങ്ങനത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള കുട്ടികൾ കുടിക്കേണ്ട, അല്ലാത്തവർ കുടിച്ചോളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് എന്തായാലും ഒന്ന് ഗ്യാസിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ. അപ്പോൾ അതൊന്ന് റെഡി ആവുന്നത് വരെ നമുക്ക് കുറച്ച് ബ്രേക്ക് എടുക്കാം. അത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ ഓൾറെഡി മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹെയർ മുടി കൊഴിച്ചലിനും അതേപോലെ മുടി നന്നായിട്ട് തിക്നെസ്സായി വളരാനും ഉള്ളായി വളരാനും ഞാൻ ചെയ്യുന്നൊരു സാധനം. അതാണ് ഞാനിപ്പോൾ ഇന്ന് തലയിലിട്ടിരിക്കുന്നത്. അത് ആദ്യം സ്പ്രേ പോലെ ഓരോ ഭാഗം എടുത്ത് സ്പ്രേ ചെയ്ത് നന്നായിട്ട് മസാജ് കൊടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഓയിൽ, ഏതെങ്കിലും നിങ്ങൾ തലയിൽ തേക്കുന്ന ഏതെങ്കിലും ഓയിൽ ജസ്റ്റ് കുറേ എടുക്കരുത്, കുറച്ച് എടുത്തിട്ട് ടിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുത്തിട്ട് ഞാനിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇനി കുളിച്ചിട്ട് ഷാമ്പു വാഷ് ചെയ്ത് കഴുകി കളയാം. അതെല്ലാം നിങ്ങൾക്ക് ചെറുപയറിൻ്റെ പൊടിയാണ് നല്ലത് വെച്ചാൽ അത് ഇട്ടാൽ മതി. ഷാമ്പുവിനായിട്ട് നല്ലത് ചെറുപയർ പൊടി ഇട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഓയിൽനെസ് കളയുന്നതായിരിക്കും. പിന്നെ നമ്മൾ ലേറ്റായിട്ട് എന്തെങ്കിലും ഒരു സിറം അപ്ലൈ ചെയ്യുക ഹെയറിൽ. അതായത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഡ്രൈ ആവാതിരിക്കുക, ഹെയർ ഡ്രൈ ആവാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം വെള്ളം, ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ എനിക്ക് നല്ലോണം മുടി കൊഴിച്ചിൽ നിന്നിട്ടുണ്ട്. എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് കാണുന്ന എൻ്റെ ഫ്രണ്ട്സിന് അറിയാം. കാരണം പണ്ടൊക്കെ എനിക്ക് ഭയങ്കര സിവിയർ ആയിട്ട് എനിക്ക് പോയിട്ടുണ്ടായിരുന്നു ഹെയർ. അതായത് നമുക്ക് ബാത്റൂമിലൊരു കൊട്ട, റൂമിലൊരു കൊട്ട, ഭയങ്കര ഒരു സംഭവമായിരുന്നു എനിക്ക്. ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് മുടി കൊഴിയുന്നതനുസരിച്ച് നമുക്ക് ടെൻഷനും കൂടും. അപ്പോൾ എക്സ്ട്രാ മുടി വീണ്ടും പോയും.
അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറയുന്നത് മുടി കഴിച്ചലിനും നമ്മുടെ ശരീര സൗന്ദര്യത്തിനും നമ്മുടെ സ്കിന്നിനും എല്ലാത്തിനും നല്ലതാണ് ഇത്. നിങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു എല്ലാ പെൺകുട്ടികളും എല്ലാ ആൺകുട്ടികളും കുറച്ച് പ്രായപൂർത്തിയായ എല്ലാ ആൺകുട്ടികളും എല്ലാ പെൺകുട്ടികളും തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് ഇത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടുകാരോട് പറഞ്ഞത് ഉണ്ടാക്കി നിങ്ങൾ കഴിക്കണം, നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു സംഭവമാണ് ഇത് ലൈഫിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചെയ്ത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിക്കണം. കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിരിക്കും. ഹെയറിനും ഫേസിനും മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള പല പ്രോബ്ലംസിനും നമുക്കിത് വളരെ നല്ലതാണ്. ഈവൻ ആഷിക്കും ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആഷിക്ക് ഭയങ്കര ഇഷ്ടം. ദുബായിലെ സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. കുറച്ച് പണിയാണ് ഉണ്ടാക്കാൻ, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് പണി എന്ന് ഞാൻ പറഞ്ഞത്. തേങ്ങ പൊതിക്കണം, തേങ്ങ ചെരുവണം, അതിന് 1 പ്യാൽ എടുക്കണം, 2 പ്യാൽ എടുക്കണം, അങ്ങനെ കുറച്ച് പണിയുണ്ട്. പിന്നെ ശർക്കര ഉരുക്കണം. കാരണം മധുരത്തിന് നമ്മൾ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ലൈക്ക് ഈ ഷുഗർ കട്ടുള്ള ആൾക്കാർക്കും കഴിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ശർക്കര ആയതുകൊണ്ട് വലിയ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ പശുവിൻ്റെ പാല്, നമുക്ക് പ്യുവർ പശുവിൻ്റെ പാല് ചേർത്ത് കൊടുക്കാം, അതും നല്ലതാണ്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഉലുവ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഉലുവ അരച്ചെടുക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പ്രോസസ്സിങ് ഉണ്ട് ഇതിന്. എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട്. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണുക. കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ശർക്കര ഇടുന്നതോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ 1 പാലോ വയ്ക്കുന്നത് 2 പാലോ വയ്ക്കുന്നതൊക്കെ ഉണ്ടാവും. ഒക്കെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വൃത്തിയിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് നിങ്ങൾ വൃത്തിയിൽ കാണുന്നുണ്ടെങ്കിൽ ഇത് എൻട്രൽ നമുക്കൊരു അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ പോവാം. ഓക്കെ, അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഉലുവ ഒന്ന് വേവട്ടെ. ഉലുവ വേവുന്നവരെ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഇത് ജാസി ആഷി ഒഫീഷ്യൽ ചാനലിലെ ഒരു കുഞ്ഞ് ഷോർട്ട് ബ്രേക്ക് ഗൈസ്. അപ്പോൾ തേങ്ങ പൊട്ടിക്കാൻ ആളെ കിട്ടിയിരിക്കുകയാണ്. ആഷി തേങ്ങ പൊട്ടിക്കും. കാരണം എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ ഭയങ്കര താടുള്ള കാര്യമാണ്. ഞാൻ ആഷി തേങ്ങ പൊട്ടിച്ച് ആഷി ചിലവിൽ തരും. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണ്? എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ അല്ലേ? ദുബായിലെ വീഡിയോ ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ആഷി വാങ്ങിച്ചു കൊടുക്കുന്ന മാങ്ങ മാങ്ങ വാങ്ങാൻ വിട്ട ആഷി ഞാൻ പറഞ്ഞ മാങ്ങയല്ല വാങ്ങിച്ചു കൊടുത്തത്, പുളിയുള്ള മാങ്ങയാണ് വാങ്ങിച്ചത്. മധുരമുള്ള മാങ്ങ പറഞ്ഞ ആഷി ഇവനെ എപ്പാ പണിക്ക് വിട്ടാലും എന്തെങ്കിലും പരിപാടി കിട്ടാലും ഇതാണ് ഇവന്റെ അവസ്ഥ. ഇതിന് എത്ര ജാസിന്റെ വീട്ടില് പണ്ട് മുതൽ ഞാൻ വാങ്ങാൻ പറഞ്ഞ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ്. പക്ഷെ ആ മാങ്ങ ഇല്ല വാങ്ങിച്ചു വാങ്ങിച്ചു മാങ്ങ തീരെ മതില്ലാത്തൊരു ഒരു മാങ്ങയാണ്. കോമാങ്ങ വാങ്ങാൻ പറ്റും. ഇവൻ വേറെ ഏതോ മാങ്ങ വാങ്ങിച്ചത്. എന്തായാലും മാറ്റി. അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് മാറ്റിയിട്ട് വരട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. ഉലുവ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വിസിലടിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കട്ടെ. നമുക്ക് 1 പാലും 2 പാലും വേണം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് വേഗം അരഞ്ഞ് കിട്ടും ചെയ്യും. ചെലവി ഇതിനുള്ള ടൈം വേസ്റ്റ് ആക്കണ്ട. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. 1 പാലും 2 പാലും. ഓക്കെ, ഞാൻ അരച്ചെടുത്ത് തരാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ശർക്കര പാവ് കാച്ചാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല മറയൂർ ശർക്കരയാണ് കേട്ടോ. നല്ല ശർക്കരയാണിത് കണ്ടോ, മറയൂർ ശർക്കര. നല്ല മധുരമുണ്ട്. അപ്പം നമ്മൾ മധുരത്തിന് അനുസരിച്ച് നമ്മൾ പാവ് കാച്ചുക. ഇതിങ്ങനെ ചുരണ്ടിട്ട് നമുക്ക് വേഗം പാവ് കാച്ചെടുക്കാൻ പറ്റും. ഇവിടെ എനിക്ക് ആശിക്ക് നല്ല മധുരം ഇഷ്ടമാണ്. ഞങ്ങൾ മധുരപ്രിയരാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഡേറ്റ് എടുക്കും, ഷുഗർ കട്ടൊക്കെ എടുക്കും, പക്ഷെ അധികം നാൾ പോവില്ല. ഇപ്പം ഞാൻ കുറച്ച് ഫുഡ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എനിക്ക് തടി വെക്കുന്നത് കുറച്ച് കൂടുതലായതുകൊണ്ട്. പണ്ടൊക്കെ ഞാൻ തടി വെക്കാൻ വേണ്ടി എന്തൊക്കെ കഴിച്ചിട്ടുണ്ട്. അന്നൊന്നും തടി വെക്കില്ലായിരുന്നു. ഇപ്പോൾ തടി വെക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ തടി വെക്കുന്നത് എന്താ ഗൈസ്? അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പണ്ടൊക്കെ നമ്മൾ തടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കഴിക്കാത്ത സാധനങ്ങളില്ല. അന്ന് തടി വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തടി വെക്കണ്ട എന്നുള്ളൊരു മൈൻഡ് വന്നപ്പോൾ വെറുതെ വെള്ളം കുടിച്ചാലും തടിക്കുന്നു.
എനിക്കറിയില്ല. ഇല്ല അതില്ല. പഠിച്ചോനെ, എല്ലാം തീർത്താ? മുഖത്ത് നിറച്ച എണ്ണ. മറ്റേ അൽമോണ്ട് ഓയിൽ കുറച്ച് ഫേസിൽ ഇട്ടതാ. ഫേസിന്റെ ഒരു എന്തിനാണ് പിന്നെ അല്ല മുഞ്ചിന്റെ സംഭവം ഓടാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മധുരം വേണം. നമുക്ക് ഈ മധുരം പോരാ. ഞാൻ കുറച്ചും കൂടി ശർക്കര എടുക്കുന്നുണ്ട് കേട്ടോ. ഓ, ഇത് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ റിസ്ക്. ശർക്കര ഇതാ പാവ് കാച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലോണം ഉരുകട്ടെ. നമ്മൾ ഉണ്ടാക്കി വെച്ച കുക്കറിൽ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച നമ്മുടെ ഉലുവ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരയേണ്ട, ലൈറ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ കാണിച്ചില്ല കേട്ടോ. ഞാനതൊന്ന് ഇതിൽ ഗ്യാസ് ഒന്ന് കളയട്ടെ. അപ്പം നമ്മുടെ ഉലുവ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. ഇത് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കണ്ടോ. നമുക്കിതൊന്ന് ഇനി ലൈറ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതെടുക്കുക, നമ്മുടെ മിക്സി എടുക്കുക. ഒന്നും ചേർക്കണ്ട, ഇതിലേക്ക് ഉലുവ ഇടുക. ഒരുപാട് അരഞ്ഞ് പേസ്റ്റായി പോകരുത്. ഇന്ന് അത്യാവശ്യം അരയും ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് കണ്ടോ. ഇതുപോലെ ഒന്ന് അരച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ രണ്ടാമത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ 1-ാം പാലാണ് ഫസ്റ്റ് ചേർത്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതൊന്ന് അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് തേങ്ങയുടെ 1-ാം പാലാണ്, അത് ചേർത്തെടുക്കാൻ പോവാണ്. തേങ്ങയുടെ 1-ാം പാൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈത്തപ്പഴം അരച്ചത് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ഇനിയിപ്പോൾ ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് ഈത്തപ്പഴം അരച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം. ഹെൽത്തിയാണ്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇതിലേക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഭവം എന്തായാലും ചേർത്ത് കൊടുക്കാം. ആൽമണ്ട് വെള്ളത്തിലിട്ടിട്ട് അത് അരച്ചിട്ട് അതിൻ്റെ പാല് ചേർത്ത് കൊടുക്കാം. ആൽമണ്ടിൻ്റെ പാല് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ശർക്കരയാണ്. നമ്മുടെ ശർക്കരപ്പാനിയാണ് ഇനി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതും ഞാനൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉടയാത്ത ശർക്കരയൊക്കെ നമുക്കൊന്ന് ഉടച്ച് ചേർക്കാം. ഇതിൽ മണ്ണുണ്ടാവും. അപ്പോൾ നമ്മൾ അരിപ്പ് വെച്ച് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ശർക്കര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടുണ്ട്. ഇത് ഉലുവ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കും. നമുക്ക് ഫ്രിഡ്ജ് വെച്ചാലും പിറ്റേ ദിവസം എടുക്കുമ്പോൾ കട്ടയായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും തേങ്ങാപ്പാൽ എക്സ്ട്രാ അല്ലെങ്കിൽ നോർമൽ പാലോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിത് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഫ്രഷ് ആയിട്ടുള്ള 1-ാം പാലാണ് കേട്ടോ. 1-ാം പാൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ കുറുകുന്നനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1-ാം പാൽ കൂടി നമുക്ക് അരിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് 1-ാം പാൽ ചേർത്ത് വെക്കാൻ വേണ്ടി പോവാണ്. യെസ്, നമ്മുടെ ഉലുവ പിഴിഞ്ഞതിൻ്റെ ഇത് റെഡി ആയിട്ടിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉടയ്ക്കുക. ഇത് ഇരിക്കുന്നതോടും ഇത് കുറുന്നനാവും കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ ഉലുവ പിഴിഞ്ഞത് റെഡി ആയിട്ടുണ്ട്. മധുരം എങ്ങനെയുണ്ട് നോക്കട്ടെ.
ആഷി ഇതിൻ്റെ മെയിൻ ആളാണ്. ഒരു മിനിറ്റ് ഗൈസ്. ഇതിൻ്റെ മെയിൻ ആൾ ആഷിയാണ്. ആഷിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം കേട്ടോ. നമ്മൾ ദുബായിലെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഒരു ഇത് കുടിച്ചിട്ട് പോകും. നല്ല ഉഷാറാണ്. ക്ഷീണം മാറാനും കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, എന്നാലും കുറച്ച് പ്രായപൂർത്തിയായ ആൾക്കാർക്കാണെങ്കിലും ജിമ്മിന് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് ഇത് കഴിക്കുന്നത്. ഭയങ്കര ഫൈബറാണ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഉലുവ പിഴിഞ്ഞത്. ഒന്ന് കുടിച്ച് നോക്കട്ടെ. വാവ്, അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല. പൊള്ളി സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അടിപൊളി. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആഷി ഇവിടെ വാ മോനെ, എന്നാ ടേസ്റ്റ് നോക്കാം വാ. ബാക്കി നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം. എന്നാ ഇതിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് കുടിക്കുകയുള്ളൂ. എങ്ങനെ മധുരം ഉറപ്പല്ലേ? കുറച്ചുകൂടി മധുരം വേണമായിരുന്നോ? കറക്റ്റ് മധുരമല്ലേ? അപ്പോൾ ഇത് കുടിക്കുന്നത് മൂലം നമുക്ക് സ്കിന്നിന് അല്ല ഇനിയുണ്ട് തരാം. അല്ല പോയിക്കോളി, മാട്ടി പോയിക്കോട്ടെ ഒന്ന് തൊട്ട് പോയിക്കോടി പൊന്നാച്ചേ. അപ്പോൾ ഇത് കഴിക്കുന്നത് മൂലം നമുക്ക് സ്കിന്നിൻ്റെ പ്രോബ്ലംസ്, ഇപ്പോൾ സ്കിന്നിൽ ഈവൻ ടൂൺ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. മീൻസ് കുറേ ഇവിടെ ഒരു കളർ സ്കിന്ന്, ബോഡി വേറെ കളർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഈവൻ ടൂൺ ആവും സ്കിന്ന്. അത് മാത്രമല്ല ഇത് ഭയങ്കര നല്ലൊരു സാധനമാണ്. ഉലുവ പിഴിഞ്ഞ് നിങ്ങളുടെ നാട്ടിലെ ഉമ്മമാരോടോ അല്ലെങ്കിൽ പണ്ടത്തെ വലിയമാരോടൊക്കെ ചോദിച്ചാൽ മതി. അവരൊക്കെ ഈ ഗർഭകാല കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കുടിക്കുന്ന ഒരു മരുന്നിൽ പെട്ടത് കൂടിയ ഒരു മരുന്നാണ് ഈ ഉലുവ പിഴിഞ്ഞ മരുന്ന്. അപ്പോൾ ഇത് അത്രയും അടിപൊളി സാധനമാണ്. കാരണം പ്രസവ രക്ഷക്കടക്കം കൊടുക്കുന്ന ഒരു സംഭവമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് പേഴ്സണലി എനിക്കും ആശയവും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ഇരിക്കുന്തോറും ഇതിങ്ങനെ കുറുന്നനായിട്ട് വരും. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, കുടിക്കുക. സ്കിന്നിന് നല്ലതാണ്, ഹെയറിൻ്റെ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്, എല്ലാം കൊണ്ടും ഒരു നല്ല ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് റിസൾട്ട് പറയണം. പിന്നെ ഹെയറിൻ്റെ അന്നത്തെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതിന് താഴത്തെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു വീഡിയോ ചെയ്യാം. ജാസി പറഞ്ഞ ഈ സാധനം ഞങ്ങൾക്ക് വർത്തായി എന്നുള്ളത് ഒരു സ്റ്റോറി എന്തെങ്കിലുമൊക്കെ ഇടുക. കാരണം എനിക്ക് അത് അറിയാൻ വേണ്ടിയാണ്, ഒത്തിരി പേര് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് ഉണ്ടോ എന്നാണ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കണം. എല്ലാ പ്രശ്നങ്ങൾക്കും ഇതൊരൊറ്റ സാധനം മതി. സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആവാനും സ്കിന്ന് ഭയങ്കര വൈറ്റനിങ് ആവാനൊക്കെ ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇത് നിങ്ങൾ നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അടുത്തൊരു മാസം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഉണ്ടാക്കി കുടിച്ച് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായി വീണ്ടും കാണാം. അതുവരേക്കും ഇത് ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്തേക്കുക. നല്ല അടിപൊളി വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇത് കുടിക്കുന്ന വീഡിയോ എടുക്കണോ? വേണ്ടല്ലോ, ഇതിപ്പോൾ ഓൾറെഡി ഞാൻ കുടിച്ചല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, ലോട്ട്സ് ഓഫ് ലവ്. അടിപൊളി.